ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള പാല്, ഇതാണ്ട് ചൗരി ഞാൻ ഇതിനകത്തോട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതെല്ലാം ഒന്ന് മൂപ്പിക്കാം. അപ്പം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വന്നിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ഈ സാധനങ്ങൾ അതിനകത്തോട്ടൊന്നിടാം. കശുവണ്ടി, മുന്തിരി എല്ലാം നടക്കും. അതിനുശേഷം ഞാൻ ആ പഴം അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഫോൺ പിടിക്കാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ഓഫ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കേട്ടോ. പഴം ഞാൻ തട്ടി അതും കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് വാട്ടിയെടുക്കാം. കുറച്ചൊന്ന് വാടി കിട്ടണം കേട്ടോ. ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ട് അകത്തോട്ട് പഞ്ചസാര തട്ടിയിട്ട് അവരവരെ ആവശ്യത്തിനുള്ള മധുരം നമുക്കിടാം കേട്ടോ. പഴം കുറച്ച് പഴുത്ത പഴമാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര മധുരം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാര ഈ പഴത്തിൻ്റെ അകത്തോട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു മധുരം അതിൻ്റെ അകത്തോട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഇതൊന്ന് ആയി വരട്ടെ. നമുക്ക് കുറച്ച് പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അകത്തും കൂടെ കിടന്ന് ഒന്നത് വെന്ത് വന്നോട്ടെ. ആ പഴം ഒന്ന് വേവാനുണ്ട്, അതൊന്ന് വെന്ത് വന്നോട്ടെ. പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ ആയിട്ടുണ്ട്. എന്താ പറയുക, പഴം നല്ല വെന്ത് അതൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിതാണ്ട് നമ്മുടെ സാബുനരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് ഞാനിതിനകത്തോട്ട് തട്ടുകയാണ്. അപ്പം ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സായി വെന്ത് വരട്ടെ. ഞാൻ പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് തിളപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് അത് മിക്സ് ചെയ്യാം. നമ്മളെ പായസം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ട് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ അകത്ത് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ചൊരു നുള്ളി ചുക്കും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഇനി ഏലക്കപ്പൊടിയും ചുക്കുമാണ് ലാസ്റ്റ് ഇടാൻ പോകുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടെ ഉപയോഗിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു രുചി ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, ബൈ.